സഭയിൽ ഇനി മുഖാമുഖം വി.ഡി. സതീശനും പിണറായി വിജയനും. പ്രതിപക്ഷത്തിന്റെ പടനായകനായി ഈ പിണറായി വിജയനാണ് നയിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ LDFനും CPMനും കനത്ത തിരിച്ചടി നേരിട്ടെങ്കിലും നിയമസഭയിലെ പ്രതിപക്ഷ നിരയെ നയിക്കാൻ പിണറായി വിജയൻ തന്നെയാണ് എത്തുന്നത്. ഒരു പതിറ്റാണ്ട് കാലം ഭരണാധികാരിയായി കേരളത്തെ നയിച്ച പിണറായി വിജയന് ഇനി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിർണായകങ്ങളായ ദൗത്യങ്ങളാണുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും സഭയിലെ കരുത്തുറ്റ ശബ്ദമായി കണ്ണൂരിന്റെ തലയെടുപ്പ് തുടരുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. പകരക്കാരില്ലാത്ത നേതൃത്വമാണ് പിണറായി വിജയന്റേത്. എങ്കിലും അദ്ദേഹം മാറിയാൽ KN ബാലഗോപാലിനെ പരിഗണിക്കാൻ ആലോചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ പരിചയസമ്പന്നതയും MLA-മാരുടെ കുറവും CPMനെ മാറി ചിന്തിപ്പിക്കുകയായിരുന്നു. കരുത്തരായ ഭരണപക്ഷത്തെ നേരിടാൻ പിണറായിയുടെ അനുഭവ സമ്പത്ത് തന്നെ വേണമെന്ന് സംസ്ഥാന സമിതിയുടെ തീരുമാനമുണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ പദവി ഉറപ്പിച്ചു. ചരിത്രം ആവർത്തിക്കുന്ന ഒരു ഐറണി ഉണ്ട് ഇതിൽ. വി.ഡി. സതീശൻ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ തന്നെയാണ് പിണറായി വിജയനും പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നതെന്നത്. EMS നമ്പൂതിരിപ്പാടിന് ശേഷം മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ ഉടൻ തന്നെ പ്രതിപക്ഷത്തെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന ആദ്യ CPM നേതാവായി മാറിയിരിക്കുകയാണ് ഇപ്പൊ പിണറായി വിജയൻ. പിണറായി ഇറങ്ങുന്ന അതേ കസേരയിൽ വി.ഡി. വരുമ്പോൾ 102 അംഗങ്ങളുടെ പിൻബലമാണ് അദ്ദേഹത്തിനുള്ളത്. പ്രതിപക്ഷ നേതാവായി നമ്മുടെ പിണറായി വിജയൻ വരുമ്പോൾ അത് 35 കഴിഞ്ഞ തവണ പിണറായി വിജയന് 99 പ്രതിപക്ഷത്തിന് 41 സീറ്റുകളുമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ വലിയ ഭൂരിപക്ഷമുള്ള സഭയിൽ പിണറായി ഭരിക്കുന്നതാണ് നല്ലതെന്ന് PB അംഗങ്ങളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഒരുമിച്ച് തീരുമാനിച്ചതോടെയാണ് പ്രതിപക്ഷ നേതാവായി പിണറായി അല്ലാതെ മറ്റാരുടെ പേരും ഉയർന്നു വരാതിരുന്നത്. ഒപ്പം സംസ്ഥാന കമ്മിറ്റിയിലും ഇത്തരത്തിൽ വേറെ പേരുകളൊന്നും ഉയർന്നു വന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും പ്രതിപക്ഷ നേതാവായി മാറുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞ പുതിയ കളത്തിൽ ഭരണപക്ഷത്തെ നേരിടുന്നതിന്റെ ഒപ്പം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ചേർന്ന് പാർട്ടിയെ താഴെത്തട്ടിൽ നിന്ന് ശക്തിപ്പെടുത്തുക എന്ന ഇരട്ട ദൗത്യമാണ് പിണറായിക്കുള്ളത്. മുൻപ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായപ്പോൾ 68 അംഗങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അംഗബലം കുറവായ ഈ സാഹചര്യത്തിൽ ഭരണപക്ഷത്തെ പ്രതിരോധിക്കുന്നത് പിണറായി വിജയന് വലിയ വെല്ലുവിളിയാകും. ധർമ്മടം മുതൽ നിയമസഭ വരെ 16 വർഷം പാർട്ടി സെക്രട്ടറിയായും 10 വർഷം മുഖ്യമന്ത്രിയായും കേരള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന പിണറായി വിജയൻ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉൾപ്പെടെയുള്ള കോട്ടകൾ തളർന്ന ആഘാതത്തിനിടയിലാണ് ഈ പുതിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. എങ്കിലും പാർട്ടിക്ക് അകത്തുപുറത്തുമുള്ള പോരാട്ടങ്ങളിൽ ഈ പുതിയ വേഷം അദ്ദേഹം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് കേരള രാഷ്ട്രീയം.